ഹലോ നമസ്കാരം കൂട്ടുകാരെ, നിങ്ങളൊക്കെ വളരെ ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ്. ഇന്ന് നോട്ടിഫിക്കേഷൻ വരും. ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെന്റിന്റെ ഇന്ന് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അതിന്റെ അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാനിരിക്കുകയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം ഞാൻ ഇടുന്ന വീഡിയോയുടെ ഒക്കെ കൂടെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ വന്ന് ചോദിക്കുന്ന ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ത് വേണം, ഏജ് എന്തായിരിക്കണം, അവിടെ ഇത് SC STക്കുള്ള കൺസിഡറേഷൻ എന്താണ്, ആ റിലാക്സേഷൻ എന്താണ് ഏജിൽ, അല്ലെങ്കിൽ പരീക്ഷ ഫീസ് എന്താ, ഓരോ കാര്യങ്ങൾ ഞാൻ വീഡിയോ 2-3 ഇട്ട് എങ്കിലും അത് കണ്ടിട്ട് മനുഷ്യൻ എനിക്ക് തോന്നുന്ന വീഡിയോ കാണുന്നില്ല. വീഡിയോയുടെ ആ ഒരു പോസ്റ്റർ കണ്ടിട്ട് തംബ്നെയിൽ കണ്ടിട്ടാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണും, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നല്ല ഒരു വേക്കൻസിയാണ്. കാര്യം നമ്മുടെ ആൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു വേക്കൻസിയാണ്. 2 ഡിപ്പാർട്ട്മെന്റുകളിലുള്ള വേക്കൻസിയാണ്, വളരെ ബൾക്ക് വേക്കൻസിയിൽ വരുന്നത്. അതിനു വേണ്ടിയിട്ട് മനുഷ്യൻ ആ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെന്റ് കഴിയുമ്പോൾ തൊട്ട് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അത് 2 ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, ഒന്ന് FCI ആണ്, അതായത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആണ്, ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് അതിന്റെ വരുന്നത്. പക്ഷെ ഈ വർഷം അതിന്റെ കണ്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത റിക്രൂട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെന്റ്. അപ്പൊ ഞാൻ 2-3 വീഡിയോ ഇട്ട് അപ്പം പലരും അതിന്റെ താഴെ വന്ന് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന പോസ്റ്റ്. കാര്യം അത് കണക്ക് മനുഷ്യൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. തീർച്ചയായിട്ടും ഞാനാണെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതൽ ഞാൻ ആരുടെയെങ്കിലും വീഡിയോ കണ്ടാൽ ആ ആളിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യും. കാര്യം ഞാൻ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എനിക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടണം, അല്ലെങ്കിൽ എങ്ങനെ അപേക്ഷിക്കുന്നുള്ള കാര്യം ഫേവർ ചെയ്യുന്ന വേറൊരു വേക്കൻസി നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്നത്. കാര്യം ഇതിനകത്ത് മെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായാൽ മതി, അതുകൂടാതെ നിങ്ങൾക്ക് എക്സാം ഇല്ല. ആ ഒരു 2 കാര്യത്തിൽ നമ്മൾ ഇതിനെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ പലരും പറയുന്നുണ്ട് 10ാം ക്ലാസ് പാസ്സായതുകൊണ്ട് കാര്യമില്ല, അവിടെ ഫുൾ A+ കിട്ടിയവരെ എടുക്കത്തുള്ളൂ. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം പറയുന്നത്. കാര്യം ഇതിനകത്ത് ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ മാർക്കിന്റെ മെറിറ്റ് ലിസ്റ്റിലാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ വരാം. പലരും പറയുന്നു ഞാൻ എല്ലാ വർഷവും അപ്ലൈ ചെയ്യുന്നു, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. ആ കൂട്ടത്തിൽ തന്നെ ചിലർ പറയുന്നു എനിക്ക് കിട്ടി, ഞാൻ ജോയിൻ ചെയ്തില്ല. ചിലർ പറയുന്നു എന്നെ ഇന്റർവ്യൂവിന് വിളിച്ച് ഞാൻ പോയില്ല. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. എനിക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ആ മെഡിക്കൽ ടെസ്റ്റ് ചെയ്തില്ല, അപ്പോഴത്തേക്ക് എനിക്ക് വേറെ ജോലി കിട്ടി, ഞാൻ ആ ഒരു ജോലിയിലേക്ക് പോയി. അങ്ങനെ പലരും അങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് 20ാം തീയതി തൊട്ട് ഇതിന്റെ അപ്ലൈ തുടങ്ങുമെന്നാണ്. ഈ 20ാം തീയതി തൊട്ട് അപ്ലൈ തുടങ്ങുമെന്നുള്ള കാര്യം ഇന്നും എനിക്ക് അറിയത്തില്ല. കാര്യം അതിനെപ്പറ്റി എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല. പക്ഷെ ലാസ്റ്റ് ഡേറ്റിന് നോട്ടിഫിക്കേഷൻ എനിക്ക് ഇൻഫോർമേഷൻ വന്ന് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയും, അതായത് ജനുവരി 20 തൊട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ അത് ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 4ാം തീയതി ആയിരുന്നു. പക്ഷെ എനിക്കൊരു ഇൻഫോർമേഷൻ കിട്ടി, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്തു 14 ഫെബ്രുവരി ആക്കി. പക്ഷെ അപ്പോഴത്തേക്കും ആ ഒരു സസ്പെൻഷനിലാണ് ഇന്നത്തെ കാര്യം. ഇന്ന് തുടങ്ങുമോ ഇല്ലയോ, ഇന്നും ഞാൻ നോക്കി. അപ്പോഴത്തേക്ക് അതിനെപ്പറ്റി ചാറ്റ് GPT ആണ് നമ്മളോട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ചാറ്റ് GPTയിൽ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് നിങ്ങളെ ഞാനത് കാണിക്കാം. ചാറ്റ് GPTയിൽ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് നിങ്ങൾ ഇത് നോക്കണം. ചാറ്റ് GPTയിൽ പറയുന്നതാണ് ഇത്. ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, അത് ഒരിക്കലും കള്ളം പറയത്തില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ബേസ്ഡ് ഓൺ റീസെന്റ് അപ്ഡേറ്റ് GDS റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ 2026 വിത്ത് 28,000 to 30,000 vacancies is anticipated to be published around mid to late January 26. ജനുവരി 26 ഇവർ ഇത് മിഡ് ലൈറ്റിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഇത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്ലൈ ഓൺലൈൻ വരാനിരിക്കുന്നതേ ഉള്ളെന്നാണ് ചാറ്റ് GPT പറയുന്നത്. ഈ ചാറ്റ് GPT പറയുന്നത് ഒരിക്കലും തെറ്റല്ല. ചിലർ വീഡിയോ കണ്ടവരുണ്ട്, ചിലർ വീഡിയോ കാണാത്തവരുണ്ട്. അപ്പൊ അവർക്കെല്ലാം കൂടി ഞാൻ പുതിയൊരു വീഡിയോ ഇതുകൊണ്ടാണ് ഇടുന്നത്. നിങ്ങളുടെ ഈ കമന്റ്സ് ഇങ്ങനെ കാര്യം നിങ്ങൾ ഇതുപോലെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം വേറെ ഇല്ല. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. നിങ്ങളുടെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറ്റണം. സപ്പോസ് ഇന്ന് എനിക്ക് ഈ നോട്ടിഫിക്കേഷൻ വരികയാണ്, അപ്ലൈ ഇന്ന് സ്റ്റാർട്ട് ആകുകയാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും
എനിക്ക് അതിന്റെ ഇൻഫോർമേഷൻ കിട്ടും, അതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യും. നിങ്ങൾക്ക് അപ്പൊ പിന്നെ വേറെ ഒരു വീഡിയോ കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, എന്താണ് ഏജ് ക്രൈറ്റീരിയ എന്താണ്, അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, എങ്ങനെ അപ്ലൈ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോയിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ ഞാൻ വീഡിയോ ഇടുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഇതിന്റെ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ഇത് കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറയത്തില്ല. പക്ഷെ പലരും വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ചു ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് തയ്യാറാക്കണം എന്നൊക്കെയുള്ള കാര്യം. അപ്പോഴത്തേക്ക് ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഞാൻ ആ നോട്ടിഫിക്കേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ചില ഡേറ്റ് മാത്രം അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം സെയിം ആ വരുന്നത്. അതായത് വേക്കൻസിയുടെ ആ ഒരു എത്ര വേക്കൻസി ഉണ്ടെന്നുള്ള ഡിഫറൻസ് വരാം, ബാക്കിയെല്ലാം ശരിയാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ടോട്ടൽ വേക്കൻസി GDS റിക്രൂട്ട്മെന്റ് 2026 ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 28,740 വേക്കൻസി ഉണ്ട്. ഇനി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ അത് സ്റ്റേറ്റ് വൈസ് കണ്ടില്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ 1,600 ചില്ലുവാനുണ്ട്. നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് വേണ്ടിയിട്ട് 1,600 ചില്ലുവാനും പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് വീടിനടുത്ത് തന്നെ ജോലി കിട്ടുവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന 18 തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 18 വയസ്സ് തൊട്ട് 40 എന്ന് പറയുന്ന ഇതിൽ കൺസിഡറേഷൻ ഉണ്ട്. SC ST OBCക്ക് ഇതിനകത്ത് റിലാക്സേഷൻ ഉണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാക്സിമം ഏജ് എന്ന് പറയുന്നത് 45 വയസ്സ് വരെ ഏതാണ്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ വേക്കൻസി ഉണ്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാം ഇല്ല. അപ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിന്റെ ആ ഒരു സ്റ്റേറ്റ് വൈസ് ഉള്ള വേക്കൻസി. ഈ വീഡിയോ നേരത്തെ കണ്ടവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ പറയുന്നുണ്ട് നെയിം ഓഫ് സർക്കിൾ, ആന്ധ്രാപ്രദേശ് ഇത്രയുണ്ട്, ആസാം ഇത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ കർണാടകയിൽ 1023 ഉണ്ട്, കേരള വരും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കേരള ഇവിടെ വരുന്നുണ്ട്. കേരളത്തിൽ 1691 വേക്കൻസി ഉണ്ട്. ഇത് ഞാൻ നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്തുള്ള ഒരു പ്രധാന കാര്യം നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ കേരളത്തിലുള്ള മലയാളികൾ, നിങ്ങൾക്ക് കർണാടക അറിയത്തില്ല അല്ലെങ്കിൽ തമിഴ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കർണാടകയിലോ തമിഴ്നാട്ടിലോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് അപ്ലൈ ചെയ്യാൻ 100 രൂപയുടെ മുടക്കേ ഉള്ളൂ. പക്ഷേ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജിന്റെ ടെസ്റ്റ് വരും. അതിൽ ഫെയിൽ ആകുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത്രയും വരാം, നമുക്കെല്ലാം വിളിച്ച് നമ്മൾ സെലക്ട് ആയി നമ്മൾ പോയിട്ട് ലോക്കൽ ലാംഗ്വേജിന്റെ കാര്യത്തിൽ നമ്മൾ പിന്മാറുകയാണെങ്കിൽ അപ്പൊ ആ ഒരു കാര്യം നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് മലയാളികൾ അല്ലാതെ നിങ്ങൾക്ക് വേറെ ഭാഷ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യല്ലേ, നിങ്ങൾ കേരളത്തിലെ അപ്ലൈ ചെയ്യാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ഞാൻ പഴയ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ ആണ് കാണിക്കുന്നത്. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പിടികിട്ടും. നമ്മുടെ ഇന്ത്യ GDS ഓൺലൈൻ എൻഗേജ്മെന്റ് ഇന്ത്യ പോസ്റ്റിന്റെ വെബ്സൈറ്റ് ആണിത്. ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഇത് കാണുകയാണെങ്കിൽ ഇവിടെ 3-4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോട്ടിഫിക്കേഷൻ, സ്റ്റേജ് 1 നിങ്ങളുടെ രജിസ്ട്രേഷൻ ആയിരിക്കും. അവിടെ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ സ്റ്റേജ് 2 വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആയി ഇപ്പോൾ ഇവിടെ പറയുന്നത് കാര്യം അപ്ലൈ തുടങ്ങിയിട്ടില്ല, ഇത് കൺഫേം ആകും. ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് കൺഫേമിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം. ഇതിന്റെ ലിങ്ക് ഞാൻ തന്നേക്കാം. നിങ്ങൾ ഈ രജിസ്ട്രേഷൻ 1 നിങ്ങൾ ചെന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇവിടെയുണ്ട് സ്റ്റേജ് 1 രജിസ്ട്രേഷൻ ആണ്. ഇവിടെ ഈ പ്ലസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ വരും രജിസ്ട്രേഷൻ. ഇവിടെ നോട്ടിഫിക്കേഷൻ രജിസ്ട്രേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ 1 നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. അതാണ് ഇതിന്റെ ഒരു ഇവിടെ ഇവർ തുടങ്ങുകയാണെങ്കിൽ അവരിവിടെ ഇത് നിങ്ങൾക്ക് വരും. ഇവിടെ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്, അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം അപേക്ഷിച്ച ആപ്ലിക്കേഷനെ പറ്റിയാണ് ഇവിടെ ചോദിക്കുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ വർഷം അപേക്ഷിച്ച ആ ഒരു ഡീറ്റെയിൽ രജിസ്ട്രേഷൻ നമ്പറും മറ്റും ഇവിടെ കൊടുക്കണം. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനെ പറ്റി കാണിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഒരു നോളജിന് വേണ്ടി ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളാണ് ഇവർ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ച്, അതുപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ വെച്ച് നിങ്ങളുടെ ആ
ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റസ് എങ്ങനെയാ അറിയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ആ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ, ഇതിനകത്ത് കാര്യങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അല്പം ചേഞ്ച് വരത്തേ ഉള്ളൂ. രജിസ്ട്രേഷൻ ആൻഡ് സബ്മിഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ എഡിറ്റ് കറക്ഷൻ ബേസ്, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഡേറ്റ് നിങ്ങൾ കണക്കാക്കല്ലേ. ഞാൻ നിങ്ങൾക്ക് ഒരു നോളേജിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ, അല്ലാതെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ പ്രാവശ്യത്തെ അല്ല. ബ്രാഞ്ച് പോസ്റ്റ്മാന്റെ ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ജോലി ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുടെ ഏത് കാര്യം ചെയ്യണം, ഏതൊക്കെ ജോലിയാണ് എന്ന് പറയുന്നുണ്ട്. ഡാക് സേവകന്റെ എന്ത് കാര്യങ്ങളാണ് അതൊക്കെ പറയുന്നുണ്ട്. എംപ്ലോയ്മെന്റ് ആൻഡ് അലവൻസസ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സാലറി എന്ത് കിട്ടും, അതും പലരും എന്നോട് കമന്റ് ചെയ്ത് ചോദിച്ചു ഞങ്ങൾക്ക് എന്ത് സാലറി കിട്ടും എന്നൊക്കെ. ഓരോ കാര്യത്തിനുമുള്ള ഇവിടെ സാലറി നിങ്ങളുടെ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് അല്പം വ്യത്യാസമോ എന്തെങ്കിലുമേ വരത്തുള്ളൂ. BPM-നുണ്ട് 12,000 തൊട്ട് 29,380 കഴിഞ്ഞ വർഷത്തെയാണ്. AB BPM-ന് ഡാക് സേവക്ക് 10,000 തൊട്ട് 24,470 ഇവിടെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും 18 തൊട്ട് 40 വയസ്സ് വരെ ആയിരുന്നു, ഈ പ്രാവശ്യവും 18 തൊട്ട് 40 വയസ്സ് വരെയാണ്. ഇനി ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിനൊക്കെയുള്ള റിലാക്സേഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ എന്തായിരിക്കണമെന്ന് പറയുന്നുണ്ട് ഇവിടെ, അത് നിങ്ങൾ നോക്കിയാൽ മതി. വീഡിയോ ഒരുപാട് ഞാൻ ഒരു കാര്യങ്ങളെ പറ്റി, നോളേജ് ഓഫ് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് വേണം, നോളേജ് ഓഫ് സൈക്ലിംഗ് നിങ്ങൾക്ക് അറിഞ്ഞ് ഇവിടെ റിസർവേഷനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. ഏത് സമയത്ത് എനിക്ക് ഇത് വരുന്നോ, നോട്ടിഫിക്കേഷൻ വരുന്നു അല്ലെങ്കിൽ ഇൻഫോർമേഷൻ വരുന്നു, അപ്ലൈ തുടങ്ങിയെന്ന് ഇൻഫോർമേഷൻ വരികയാണെങ്കിൽ ആ സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് ചോദിക്കും. പിന്നെ മെയിൻ ആയിട്ട് ചിലത് ചോദിച്ചാണ് ഞങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് തയ്യാറാക്കണം. ഇനിയും സമയമുണ്ട്, 14 ഫെബ്രുവരി വരെ ആണെങ്കിൽ ഇനിയും സമയമുണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കണം. ഐഡന്റിറ്റി പ്രൂഫ് വേണം നിങ്ങൾക്ക്, ആധാർ കാർഡ്, പാൻ കാർഡ് അങ്ങനെയുള്ളത്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് റിലാക്സേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. PWD ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വേണം. EWS ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വേണം. ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് വേണം നിങ്ങൾക്ക്. ഇതിന്റെ അപ്ലൈ തുടങ്ങിയിട്ടില്ല, ജനുവരിയിൽ തുടങ്ങുമെന്നാണ്. അപ്പം വളരെ ശാന്തയോടുകൂടി ഇരിക്കുക. എപ്പോ ഇത് വരുന്നോ ആ സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.